ഹായ്. അപ്പോൾ ഇന്ന് ഒരു വെറൈറ്റിയാണ്. നമ്മൾ ലോങ് വീഡിയോ ആണ് സാധാരണ യൂഷ്വലി ഷോർട്സ് ആണല്ലോ ഇടാറ്. അപ്പോൾ ഇത് ഒരു ജേർണൽ മേക്കിംഗ് ആണ് ആൻഡ് കംപ്ലീറ്റ്ലി ഒരു അറിയാത്ത ഒരാൾ ചെയ്യുന്നതായിട്ട് നിങ്ങൾ കാണണം. ബിക്കോസ് എനിക്ക് ഫുള്ളായിട്ടുള്ള നോളജോ അല്ലെങ്കിൽ അതിൻ്റെ ഒഫീഷ്യൽ ടേംസോ കാര്യങ്ങളോ ഒന്നും അറിയില്ല. ഇതൊക്കെ എൻ്റെ വീട്ടിലുള്ള ഓരോ കാര്യങ്ങൾ, അതായത് നമ്മുടെ ഈ സ്ക്രാപ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ യെല്ലോ ഷീറ്റ് നമ്മുടെ ക്രിസ്മസിൻ്റെ ടൈമിന് സ്റ്റാർ ഉണ്ടാക്കുമ്പോഴുള്ള സ്ക്രാപ്പ് ആയിരുന്നു കേട്ടോ. ഞാൻ എല്ലാം എടുത്തു വെക്കും. പിന്നെ ഈ നോട്ട്ബുക്കിൻ്റെത് പേപ്പർ എന്ന് പറയുന്നത് എൻ്റെ അപ്പൂൻ്റെ തന്നെ അനിയത്തിയുടെ മാത്സ് നോട്ട്ബുക്ക്, അതായത് കളഞ്ഞ മാത്സ് നോട്ട്ബുക്കിലെ നോട്ടായിരുന്നു. അതേപോലെ തന്നെ എല്ലാം ഈ ചെറിയ ചെറിയ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ കളയുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു വലിയൊരു മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കളയുന്നതിന് പകരം ഇതൊക്കെ എടുത്തു വെച്ചാൽ നമുക്ക് നല്ലൊരു യൂസ്ഫുൾ ആയിട്ട് കിട്ടും. ഈ ഒരു ജേർണൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 5 പൈസ ഞാൻ ചിലവാക്കിയിട്ടില്ല. അതായത് പ്രിൻ്റ് എടുക്കുക, പിന്നെ സ്റ്റിക്കേഴ്സ് വാങ്ങുക, കാര്യങ്ങളെന്ന് പറഞ്ഞിട്ട് ഒന്നും എക്സ്ട്രാ ആയിട്ട് എനിക്ക് ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ ഒരു എക്സ്പെൻസ് ഉണ്ടായിട്ടില്ല. ഇതൊക്കെ ചില സ്ക്രാപ്പ് ആയതുകൊണ്ട് തന്നെ ഈ പെയിൻറ്റ്സ് കാര്യങ്ങൾ പിന്നെ ഗ്ലൂവിനൊക്കെ മാത്രമേ എനിക്ക് എക്സ്പെൻസ് വന്നിട്ടുള്ളൂ. അത് നമ്മൾ ഓൾറെഡി എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അത് മാത്രമല്ല, നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് മിനിമലായിട്ട് വെക്കുക. അതായത് ഭയങ്കര വലുതാക്കി ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുമല്ലോ. ബിക്കോസ് ഞാനങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, എന്നെക്കൊണ്ടത് പറ്റിയിട്ടില്ല. ഞാൻ ഏറ്റവും മിനിമലായിട്ട് ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതിലാണ് തുടങ്ങിയത്. അപ്പോൾ ഇതൊരു ബിഗിനേഴ്സിനുള്ളതാണ്. നിങ്ങൾക്ക് എന്തായാലും പറ്റും, ആർക്ക് വേണമെങ്കിലും പറ്റും, ചെറിയ കുട്ടിയൊക്കെ വരെ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇതിപ്പോൾ എക്സാക്ട്ലി ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യണം എന്നല്ല കേട്ടോ. അതുപോലെ ഞാൻ യൂസ് ചെയ്യുന്ന കളർ, അതായത് ഞാൻ ബ്ലൂ തീമാണ് ഉദ്ദേശിച്ചത്, അതുപോലെ ചെയ്യണം എന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഏതാണോ കളർ, നിങ്ങൾക്ക് എന്താണോ വീട്ടിലുള്ളത് അത് വെച്ചിട്ടുണ്ടാക്കാം. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു പേപ്പർ എന്ന് പറയുന്നത് എൻ്റെ ഒരു ബുക്ക്, ഒരു പഴയ യൂസ് ചെയ്യാത്ത ബുക്ക് എന്നുള്ള എടുത്തതാണ്. അതേപോലെ നിങ്ങൾക്ക് ഏത് ബുക്കിൻ്റെ പേജ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. പിന്നെ ഇത് മാക്സിമം കൂടിപ്പോയി കഴിഞ്ഞാൽ കളേഴ്സ് ഇല്ലേ, അത് എന്താ പറയുക, ആക്രിലിക് പെയിൻറ് യൂസ് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക. അതായത് നമ്മൾ വാട്ടർ കളർ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഈ എഴുതുമ്പോൾ നിങ്ങൾ നനഞ്ഞ പേപ്പറിൽ എഴുതാതിരിക്കുക. ഞാൻ നനഞ്ഞ പേപ്പറിൽ, അതായത് പെയിൻറ് ചെയ്ത് അപ്പം തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ ചെറുതായിട്ട് സ്പ്രെഡായി. അപ്പം നിങ്ങൾ നനഞ്ഞ പേപ്പറിൽ എഴുതാതിരിക്കുക മാക്സിമം. അത് മാത്രമല്ല, നിങ്ങൾക്ക് എന്തൊക്കെ എടുക്കാൻ തോന്നുന്നു അതൊക്കെ എടുക്കാം കേട്ടോ. ബിക്കോസ് എല്ലാത്തിലും ഒരു ചെറുതായിട്ടൊരു എസ്തെറ്റിക് കൈൻഡ് ഓഫ് തിങ് ഉണ്ടാവും എന്തായാലും. പിന്നെ ഈ പണ്ട് യൂട്യൂബിലെ വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് ഈ ജേർണൽ എന്താണെന്ന് പോലും എനിക്ക് അറിയണ്ടായിരുന്നില്ല. അങ്ങനെ ഈ ഓരോ ജേർണലിങ് ഒക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടെന്ന് എൻ്റെ ലൈഫിലൊന്നും ഞാൻ ഒരിക്കലും ഉണ്ടാക്കാൻ പോകണില്ല എന്നൊക്കെ. പക്ഷേ ഇപ്പോൾ കണ്ടോ, ജേർണലിൻ്റെ ഒരു ലോങ് വീഡിയോ വരെ യൂട്യൂബിൽ ഇടാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. അപ്പോൾ എന്തായാലും നിങ്ങൾക്കും ഈ എന്താ പറയുക, ജേർണലിങ് അത്ര വലിയ ടഫാന്ന് തോന്നുന്നവർക്കൊന്നും ഇത് അങ്ങനെയൊന്നും അല്ല. ബിക്കോസ് എനിക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പറ്റും. പിന്നെ ഈ ജേർണലിങ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനൊരു ചെറിയ സന്തോഷം തരുന്നൊരു കാര്യമല്ലേ. പിന്നെ അതിലും വലിയ സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്നത്, നമ്മുടെ കൈ കൊണ്ട് ഉണ്ടാക്കുന്ന സാധനം കൊണ്ട് നമ്മൾ ജേർണൽ ചെയ്യുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം കേട്ടോ. ബിക്കോസ് ഇതൊക്കെ നമ്മുടെ ഹാർഡ് വർക്കിൻ്റെ ഒരു ബലമല്ലേ. അത് മാത്രമല്ല, ഇത് ചെയ്യാൻ എനിക്ക് ഒരു 2 to 3 hours എടുത്തിട്ടുള്ളൂ. ബിക്കോസ് അതൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതായതുകൊണ്ടാണ്. അല്ല നിങ്ങൾ ഇതിപ്പം കടയിൽ നിന്നൊക്കെ വാങ്ങുകയാണെങ്കിൽ അത്ര പോലും സമയം വേണ്ട. ഇത് ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടം ജേർണലിങ്ങിൻ്റെ കാര്യത്തിൽ ഇതൊക്കെ അസംബിൾ ചെയ്യുമ്പോഴാണ് കേട്ടോ. ബിക്കോസ് നമ്മളത് എവിടെ വെക്കും, അങ്ങനത്തെ ചെറിയ ചെറിയ കൺഫ്യൂഷൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇറ്റ് ഈസ് വെരി എൻഗേജിങ് ആക്ച്വലി. അപ്പം ഇതൊക്കെ ചെയ്ത് വരുമ്പോൾ അറ്റ് ലാസ്റ്റ് എനിക്ക് ആ ഒരു ഔട്ട്പുട്ട് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു സന്തോഷമൊക്കെ വന്നു കേട്ടോ. പിന്നെ ഞാൻ എന്തായാലും ഇനിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഇനിയും ഇതേപോലെ DIY ആയിട്ടുള്ള ജേർണൽ സപ്ലൈസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോസ് ഞാൻ ഇനിയും ഇടാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.